ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പെപ്പർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 ടീസ്പൂൺ കുരുമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ടീസ്പൂണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുരുമുളക് നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ കുരുമുളക് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുരുമുളക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ 5 മിനിറ്റ് ആകുമ്പോഴേക്കും കുരുമുളക് നന്നായിട്ട് വെന്ത് വരും. ഇനി ഞാനിത് കുരുമുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, അതായത് ഫെനൽ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ പോരായി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം അധികം ആവാണ്ട് നോക്കണം. വെള്ളം അധികമായി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടില്ല. പിന്നെ ഇതിൽ കുരുമുളകിൻ്റെ വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ, കുരുമുളക് വേവിച്ച വെള്ളം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി ഒന്നിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ കുരുമുളകും പെരിഞ്ചീരകവും കൂടി ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ 1 കിലോ 150 ഗ്രാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കുരുമുളകിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ ഞാനിവിടെ നന്നായിട്ട് കുരുമുളകൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറഞ്ഞത് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒന്നുകിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുക, അതല്ലെങ്കിൽ പുറത്ത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഇതുപോലെ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 20 വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഞാൻ കുറച്ച് കരിവേപ്പില ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരട്ടെ. ഈ സമയത്ത് ഞാനിവിടെ ഒരു 3 സവാള തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കട്ട് ചെയ്ത സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ സവാള ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഒന്നായി വരണം. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതുവരെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടിയോ ഗരം മസാലയോ ഒന്നും ഇനി ചേർക്കണില്ല. നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചിക്കനിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ ചിക്കൻ ഇവിടെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ചിക്കൻ ഇവിടെ വെന്ത് വരട്ടെ. ഈ സമയത്ത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ ഒന്നും കൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വരാനുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെച്ച് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് കുറുകി വരണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളകും ജീരകവും ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 3/4 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എരിവ് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുരുമുളകും ജീരകവും കൂടി പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ പെപ്പർ ചിക്കൻ കഴിക്കാൻ. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ വെള്ളമൊക്കെ കുറുകി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില തൂവി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ കുരുമുളക് ഇട്ട് എടുത്ത ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.